സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 62-ാമത്തെ ആയത്ത്. എന്താ ഖുർആൻ പറയുന്നത്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹീൻ ഫലഹും അജ്റഹും ഇൻദ റബ്ബിഹിം യാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ? എങ്ങനെയല്ലേ ഉസ്താദേ? ഈ പള്ളിയിൽ തന്നെ കയറിയപ്പോൾ അസ്മാഉൽ ഹുസ്ന എഴുതി വെച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങളാണ്. ദൈവത്തിന്റെ 99 നാമങ്ങൾ. അതിൽ ദൈവത്തിനെ ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട്. കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവനാണ്. ദൈവമേ നീ വലിയവനാകുന്നു, ദൈവമേ നീ മഹത്വമുള്ളവനാകുന്നു. ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ എവിടെയെങ്കിലും ഇരുന്നാ പോരെ. ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു? ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടമാണ്. നമ്മോട് സംവദിക്കാൻ കാളികാവ് സ്വാമി ആത്മദാസ് സെമി ധർമ്മപക്ഷ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatyagila shakti dharaswadhamnam അന്യാം സഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഏറ്റവും ദൂരം കൊണ്ട് ഈ വേദിയിലേക്ക് വന്നെത്തിയത് ഞാനായിരിക്കും. കോഴിക്കോട് നിന്നാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും വേണം. 11:30-ക്കാണ് ട്രെയിൻ. പൊതുവെ ഈ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവാറില്ല, ചെന്നൈയിലാണ് ഉണ്ടാവാറ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നടുവിന് വേദന എന്നൊക്കെയാണ് ഇവിടെ പറയുക. ഞങ്ങളൊക്കെ ഊരവേദന എന്നാണ് പറയുക. നടുവേദന കശലായി. അതിൻ്റെ കാരണം ഇങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കാറ് പിടിച്ചും വണ്ടി പിടിച്ചുമൊക്കെ ഓടിയതിൻ്റെ ഫലമായി കശലായ നടുവേദന തുടങ്ങിയതുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ ചെന്നൈയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ പങ്കെടുക്കാൻ ആദ്യം വിസമ്മതമാണ് അറിയിച്ചത്. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിലായിരുന്നു. ഇതിനു വേണ്ടി ഓടിപ്പിടിച്ച് വരിക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ഇവിടുത്തെ നിർബന്ധപൂർവമുള്ള സ്നേഹപൂർവമുള്ള ക്ഷണം, പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോൾ വരാതിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും നമ്മൾ ഇന്നൊരു ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരല്പം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണല്ലോ. ഞാൻ പൊതുവെ അങ്ങനെ ഒരു വേദികളിൽ ഒരുങ്ങി പ്രസംഗിക്കുന്ന ഒരു രീതിയില്ല. 2 തരത്തിലുള്ള ആളുകളുണ്ട്, പ്രസംഗകരുണ്ട്. ചിലവർ സ്പീക്ക് ടു തിങ്ക് ആണ്, ചിലവർ തിങ്ക് ടു സ്പീക്ക് ആണ്. തിങ്ക് ചെയ്ത് ഒരുങ്ങി വിഷയം വിചാരിച്ചു വന്നുകൊണ്ട് സ്പീക്ക് ചെയ്യുന്ന ആളുകളാണ് അക്കാഡമിക് ലെവലുള്ള പല ആളുകളും. നല്ല പ്രസംഗങ്ങളായിരിക്കും അവരുടേത്. അർത്ഥഗർഭവും സമ്പുഷ്ടവും ആശയങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ അവർ ഒരുക്കി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകും.
പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ഒരിക്കലും ആ ഒരു ഗണത്തിൽ പെടാൻ കഴിഞ്ഞിട്ടില്ല. സ്പീക്ക് ടു തിങ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുണ്ട്. അങ്ങ് പറഞ്ഞു തുടങ്ങുക, ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നു മതപ്രഭാഷകരോ അല്ലെങ്കിൽ മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അധികവും അങ്ങനെയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നൊരു സന്ദർഭമുണ്ട്, നിങ്ങൾ അങ്ങ് പോവുക, എന്താണോ പറയേണ്ടത് അവിടെ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ വായിൽ പറഞ്ഞോളൂ. സൂഫി സമ്പ്രദായത്തിൽ അതിന് തത്തുല്യമായി പറയാറുണ്ട്, അള്ള വുജൂദായിട്ട് പറയുന്നത് പറഞ്ഞാൽ മതി, നിന്റേതായിട്ടുള്ള ഒന്നും അവിടെ പറയണ്ട. എന്താണോ കാലഘട്ടത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് സന്ദേശമാണോ നിന്നിലൂടെ കൊടുക്കാനുള്ളത്, അത് ദൈവം തന്നെ ചിട്ടപ്പെടുത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ആ സമ്പ്രദായം വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോന്നറിയില്ല, അക്കാഡമിക് ലെവലിലുള്ള ഒരു പ്രസംഗവും ഇന്ന് വരെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തായിരിക്കണം ഇന്നത്തെ, കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ്. വേദിയിലുണ്ട് പുരോഹിതന്മാർ, എൻ്റെ മുന്നിലുണ്ട് പുരോഹിതന്മാർ, അങ്ങനെയൊക്കെ ഉള്ളവർ ഇരിക്കുന്ന വേദിയിൽ ഞാൻ എന്താണ് പറയേണ്ടത്? ദൈവത്തിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എന്താണ് ഞാൻ ഇന്നിവിടെ പറയുക? എനിക്ക് തോന്നുന്നൊരു വിഷയം, നമ്മൾ ഇന്ന് പല സൗഹാർദ്ദ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പല സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ പല വേദികളിൽ പോകേണ്ടുന്ന ആവശ്യകതകൾ വരാറുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ ഇത്തരം ഇന്റർ റിലീജിയസ് ഡയലോഗുകളിൽ അല്ലെങ്കിൽ ഇത്തരം മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ വിശ്വാസം എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ? അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മുടെ തൗഫീക്ക്, നമ്മുടെ ഹിദായത്ത്, നമ്മുടെ ഇഖ്ലാസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയതായ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണമെന്ന് അതിൽ നിന്ന് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരുമോ? ഹിന്ദുക്കൾക്ക് പിന്നെ അത്തരമൊരു ചിന്താഗതി ഇല്ലാത്തത് കൊണ്ട്, എന്നിരുന്നാലും സമീപഭാവിയിൽ ഇവിടെ പലവരും സൂചിപ്പിച്ചതുപോലെ ഇത്തരം വേദികളിൽ പോയി മറ്റു മതങ്ങളിലെ നന്മകൾ പറയുന്നതും അല്ലെങ്കിൽ ആ സൗഹൃദത്തോടുകൂടി പെരുമാറുന്നത് പോലും ഒരു പ്രശ്നമായി കാണുന്ന ഒരു സഹോദര സമൂഹമാണ് എനിക്ക് ചുറ്റും ഉള്ളത്. എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു? ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് വളരെ കൃത്യമായി, അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഒരു നല്ല വേദിയാണ്. എന്താണ് മതങ്ങളുടെ സിലബസ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഈ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഹിന്ദു സത്വം നഷ്ടപ്പെടുമോ, എൻ്റെ ഹിന്ദു വിശ്വാസം നഷ്ടപ്പെടുമോ, എൻ്റെ ഹിന്ദുത്വം നഷ്ടപ്പെടുമോ, എൻ്റെ ക്രിസ്തീയത്വം നഷ്ടപ്പെടുമോ, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ, ഞാൻ ജാതികളുമായി കൂടിക്കലരുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഫീഖ് ഹിദായത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നു ഉള്ളവരും ഇല്ലാത്തവരും മതങ്ങളുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സമീപനത്തിൽ മാറ്റം വരാം. ഇതാണ് മതങ്ങളുടെ സിലബസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതമില്ലാത്തവന് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് മാന്യമായി മാറ്റിവെക്കാം. ഉള്ളവനോ അതിനനുസരിച്ച് തങ്ങളുടെ വ്യതിരിക്തത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും പരസ്പര ബഹുമാനാദരങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് എത്ര സഹോദരന്മാർ ഒന്നിച്ചു വാഴുന്നത് എത്ര സന്തോഷകരമാണെന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുന്ന, എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ വരികയും ഒന്നിച്ചതെല്ലാം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര സന്തോഷകരമാണത്. ഇതിന് അവസരങ്ങൾ ഉണ്ടാക്കണം. എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ ഒറ്റ സന്ദേശമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്നിച്ചിരുന്നെങ്കിലേ നമ്മുടെ ഭാഷകളും സംസ്കാരങ്ങളും അറിവുകളും എത്രത്തോളം ഒന്നിച്ചു പോകുന്നുണ്ട്, എവിടേക്കാണ് നമുക്ക് ഡിഫർ ചെയ്യാൻ കഴിയുന്നത്, എവിടേക്കാണ് നമുക്ക്
വ്യത്യസ്തമാകാൻ കഴിയുന്നതെന്നൊക്കെ അറിയുകയുള്ളൂ. ഈ പള്ളിയിൽ തന്നെ കയറിയപ്പോൾ അസ്മാഉൽ ഹുസ്ന എഴുതി വെച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങളാണ്. ദൈവത്തിന്റെ 99 നാമങ്ങൾ. അതിൽ ദൈവത്തിനെ ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട്. കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവനാണ്. ദൈവമേ നീ വലിയവനാകുന്നു, ദൈവമേ നീ മഹത്വമുള്ളവനാകുന്നു, മഹത്വമുള്ളവനെ, വലിയവനെ, സുന്ദരനെ, പരിശുദ്ധനെ എന്നൊക്കെയുള്ള നാമങ്ങൾ അത് അറബിയിലായതുകൊണ്ട്, അത് പറഞ്ഞു തരാൻ, അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അതെന്തോ അറബിയിലുള്ള എന്തോ. അപ്പോൾ ഈ ഒരു സമയം, കുറച്ച് സമയം മുഖ്യപ്രഭാഷണമായതുകൊണ്ട് അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ എനിക്ക് മാത്രമാണ് കുറച്ച് സമയമെടുക്കാൻ കഴിയുക. എന്തായിരിക്കണം മതങ്ങളുടെ സിലബസ്? ഇനിയുള്ള മതങ്ങളും വന്ന മതങ്ങളും പോയ മതങ്ങളും ഒക്കെ എന്തായിരുന്നു സത്യത്തിൽ ഈ ലോകത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്? ഇതറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്തരം വേദികളിൽ സ്വന്തം സത്വം വിടാതെ തന്നെ ഇതിന്റെ എത്രത്തോളം ആഴങ്ങളിലേക്ക് പോകുമ്പോഴും അസ്വസ്ഥകളില്ലാതിരിക്കുന്നത്. എന്തായിരിക്കണം മതങ്ങളുടെ സിലബസ്? ഒന്നാമത്തത് ദൈവം തന്നെയാണ്. ദൈവവിശ്വാസമുള്ളവരെയാണ്, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് ആരാധനയ്ക്ക് എന്തെങ്കിലും ഒന്നിനെ കാണുന്നവരാണ് മതങ്ങളുടെ ഡെഫിനിഷനിൽ വരുന്നത്. ദൈവം എന്നൊരു കോൺസെപ്റ്റ് ബുദ്ധമതത്തിൽ ഇല്ലെങ്കിലും അതിൽ ബുദ്ധനെ പോലുള്ളവർക്ക് ആ ഒരു സ്ഥാനം, പ്രഥമ സ്ഥാനം, തങ്ങളെക്കാൾ വലിയ ഒരു സ്ഥാനം. തങ്ങൾ പൂർണ്ണരല്ല, എന്നാൽ തങ്ങൾ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവം പൂർണ്ണനാണ് എന്ന് പറയുന്നിടത്ത് നിന്നാണ് മതവിശ്വാസത്തിന്റെ ആദ്യത്തെ സിലബസ് അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാ മതങ്ങളും. അതിന് വിവിധ കോണുകളുണ്ട്. സഗുണം, നിർഗുണം, സഗുണ നിർഗുണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഏകം, അനേകം, അനിത്യം, നിത്യം, അജം എന്നൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവസങ്കല്പം. പറയുക ദൈവം ഏകനാകുന്നു. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദമദ്വൈത പൂർണ്ണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ. അവിടെ ഈ ക്ലാസിന് തുല്യമായ ഒരു സംസ്കൃത വാക്കാണ് അല്ലെങ്കിൽ ഒരു ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഏകവും അജവും ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, ജനിക്കുന്നുമില്ല. എല്ലാരാലും ആദരിക്കപ്പെടുകയും ആശ്രയിക്കപ്പെടുകയും, എന്നാൽ ആരാലും ആശ്രയിക്കപ്പെടാത്തവനും എന്നൊക്കെ അർത്ഥം അവിടെ വരുന്നത്. ഇസ്രായേലെ കേൾക്കുക, ക്ഷമേ ഇസ്രായേൽ, നിന്റെ കർത്താവായ ദൈവം ഏകനാകുന്നു. മേലെ ആകാശത്തിലോ ഭൂമിയുടെ ഇടയിലോ വെള്ളത്തിന്റെ നടുവിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് തുല്യമായില്ല. അദ്ദേഹത്തിനെ ഒരു ക്രിയേഷനോടും തുല്യമാക്കരുത് എന്ന് പറയുന്ന ആവർത്തന പുസ്തകത്തിലും മറ്റും കാണുന്ന യഹൂദർക്കും സ്വീകാര്യമായ ആ ഒരു ബൈബിളിന്റെ പഠിപ്പിക്കൽ തന്നെയാണ് ക്രിസ്തുവിന്റെ അനുയായികളും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ എല്ലാം സ്രോതസ് ഒന്നാണെന്ന് തന്നെയാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അത് ഒരു പക്ഷേ ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞതും എഴുതപ്പെട്ടതും ഏത് ഗ്രന്ഥത്തിലായിരിക്കണം? ഋഗ്വേദത്തിലാണ്. കാരണം ഋഗ്വേദത്തിനാണല്ലോ മതഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഏറ്റവും പഴക്കം വിമർശകർ പോലും കൊടുക്കുന്നത്. ഏകം സത്തദ് വിപ്രാഹ ബഹുദാ വദന്തി. ഏകമായ സത്ത്, the essence is one. The essence has to be one. ഏകമായ സത്യം, സത്ത ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ അതിനെ പല സമീപനങ്ങളിലൂടെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് ഹിന്ദുമതം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പല ദൈവങ്ങൾ ഹിന്ദുമതത്തിനില്ല. അങ്ങനെ ഏകമായ സത്യത്തെക്കുറിച്ചുള്ള ഈ പ്രബോധനമാണ് മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ? ഏതെങ്കിലും പള്ളി, ഞാനൊരു ഹിന്ദു ആയിരിക്കും, ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നോക്കിയാൽ എനിക്ക് ഹിന്ദു ശിർക്ക് ഒന്നും വരൂല. അല്ലെങ്കിൽ ഏതെങ്കിലും കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ പിറകിൽ എവിടെയെങ്കിലും നിന്നു എന്നതുകൊണ്ട് ഞാൻ ശിർക്കിൽ പെടൂല. അതായത് അംഗീകരിക്കേണ്ടുന്ന ദൈവത്തിന്റെ ഒരു
ഒരു ഭാഗമുണ്ട്. ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചോളണം ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തിന് നിങ്ങൾ ആരാധിച്ചോളണം ഒരു നിർബന്ധമില്ല. അത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിർബന്ധമൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഈ കഥയൊന്നും ഇങ്ങനെ ആവൂലായിരുന്നു. നാം വേണമെങ്കിൽ എല്ലാവരും ഒരുപോലെ ആക്കുമായിരുന്നോ? അത് ഞാൻ ചെയ്തില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കണമെന്ന് ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല. അതിന് മാലാഖമാരുണ്ട്. കോടാനുകോടി വർഷങ്ങളായി ചിലവർ കിടന്നും നിന്നും പറന്നും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ഇത് കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കും. എന്നാലും ദൈവത്തിന്റെ ആരാധന നിർവഹിക്കാൻ മലക്കുകളോളം നല്ലവരാരുമില്ല. മനുഷ്യനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല, ആരാധനയ്ക്ക് കൂടി വേണ്ടിയാണ്. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആരാധന ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുകൊണ്ട് വേണ്ടി മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഖലീഫമാരാകാനാണ്. ഈ ഭൂമിയിൽ നിങ്ങളുടെ എൻ്റെ പ്രതിനിധികളായിട്ടാണ് എന്ന് ഇസ്ലാം വിശ്വസിക്കുമ്പോൾ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ ഉള്ളിലേക്ക് ജീവശ്വാസം ഊതി എന്ന് പറയുന്ന പ്രക്രിയ വേറൊരു ജീവിവർഗത്തിനും ഉണ്ടാക്കിയിട്ടില്ല. അത് മലക്കുകൾക്കും മാലാഖമാരെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ ഉള്ളിലെ പരിശുദ്ധ റൂഹിനെ, പരിശുദ്ധമായ ആ ആത്മാവിനെ വിട്ടുകൊടുത്തിരിക്കുന്ന മനുഷ്യന് മാത്രം. കാരണം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി നീ ഭൂമിയിൽ ഭരണം നിർവഹിക്കാവുന്ന ഖലീഫമാരായിട്ടാണ് നമ്മളെവിടെ. അതൊരു വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉത്തരവാദിത്തം ലഭിച്ച നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിനോട് നന്ദി പറയണം, നന്ദി കരയറ്റണം. ദൈവത്തെ ഏക സോഴ്സായിട്ട്, തൻ്റെ സോഴ്സായിട്ട് ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെ കണ്ടാൽ അത് ശിർക്കാണ്. ഇന്ന ശിർക ദുൽമുൻ അലീം. ഖുർആൻ നിശ്ചയം ശിർക്ക് ഏറ്റവും വലിയ അക്രമം തന്നെയാണ്. യഹൂദ, ക്രിസ്തീയ, ഇസ്ലാമിക ചിന്തകളിലും ഇതാണ് ഏറ്റവും വലിയ ശിർക്ക്, ഏറ്റവും വലിയ അക്രമം. ദൈവത്തിന് പങ്കുകാരെ ചേർക്കുക, ദൈവത്തിന് പകരം. ഇതെങ്ങനെയാണെന്ന് പറയാൻ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ ശിർക്ക് എന്താ സ്വാമി? അപ്പൊ ഞാൻ ഈ രാജേന്ദ്രനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഒന്നുമില്ല. സ്വന്തം ബാപ്പാന്റെ മുഖത്ത് നോക്കി പറയാ അജ്ജിന്റെ ബാപ്പയല്ലാന്ന്. ഇതിലും വലിയ അക്രമം എന്താ ഉള്ളത്? എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ എൻ്റെ അച്ഛനോട് ഞാൻ പറയാ, നിങ്ങൾ മഹാമോശമാണ് ആയിരിക്കാം, നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ല ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ സോഴ്സിനെ, എൻ്റെ സോഴ്സ് അദ്ദേഹമാണെന്ന് ഏത് നിമിഷം ഞാൻ തള്ളിപ്പറയുന്നു. എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയാം അയാൾ തിരക്കിടില്ല, സുന്ദരനാണ്, അയാൾക്ക് ഒരുപാട് എന്തുണ്ട്, ധനമുണ്ട്, അദ്ദേഹത്തെ ഞാൻ ബാപ്പ എന്ന് വിളിക്കും. വിളിച്ചോ, പക്ഷേ ഇതൊരിക്കലും മനുഷ്യനിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്ന് പറയുന്നത് പോലെ സകലത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും സോഴ്സായ ദൈവത്തിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതിരിക്കുകയോ ആ അർത്ഥത്തിൽ നന്ദി കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ദൈവനിന്ദകരും ദൈവനിഷേധികളുമാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റു പ്രക്രിയയിൽ പങ്കുകാരാകാൻ കഴിയും. ഇതൊരിക്കലും ഒരു മതക്കാരും അവനവന്റെ മതം പറയുന്ന, അവനവന്റെ മതം എന്നൊന്നുമല്ല, എല്ലാ മതവും അതാ പറയുന്നത്, ദൈവത്തിനെ തങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് അവരുടെ എക്സിസ്റ്റൻസ്, ദൈവത്തിൽ നിന്നാണ് സർവവും, ദൈവമാണ് എൻ്റെ പിതാവ്, ദൈവമാണ് എൻ്റെ ഉൽപാദകൻ, ദൈവമാണ് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്ന് അതിൽ സംശയം വന്ന് അതാണ് അതിൽ നിന്നാണ് ഇതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അത് ശിർക്കായി. അത് ഹിന്ദു മതം പറഞ്ഞാലും ശരി, ക്രിസ്തു മതം പറഞ്ഞാലും ശരി, യഹൂദമതം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും അത് ശിർക്ക് തന്നെയാണ്, ദൈവനിന്ദയാണ്, ദൈവനിഷേധമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ദൈവത്തെ കൃത്യമായി അക്നോളജ് ചെയ്ത് ഇതിൽ ഉറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് ഇത്തരം ഇവിടെ വന്നതുകൊണ്ട് എന്നത് നഷ്ടപ്പെടുമോ? ദൈവമാണ് ഇതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ വേദഗ്രന്ഥങ്ങളും അനുസരിച്ച് ഹൈന്ദവ വേദശാസ്ത്രങ്ങളിലൊക്കെ ഇത് തന്നെയാണ്. ജഗതസ്യ കാരണം, ജഗതപിതഃ, സർവസ്യ പിതഃ, ആയിരം വാക്കുകൾ പറയാനുണ്ട്. എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയും ആദിയും അന്തവും, അതി അനന്തം, ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഇപ്പോൾ ശിർക്കിൽപ്പെടുക? നമ്മളൊക്കെ നമുക്ക് ശിർക്കിൽപ്പെടാൻ കഴിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ബോധപൂർവം നമ്മളങ്ങോട്ട് പറയാണ് ദൈവത്തെ അല്ല, അതിൻ്റെ എതിർശക്തിയുടെ കൂടെയാണെന്ന് ഞാൻ തെരഞ്ഞെടുക്കുന്ന നിമിഷം മുതൽ ഞാൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ട. അതിപ്പോൾ പള്ളിയിലേക്ക് ഞാൻ നോക്കിയത് കൊണ്ടോ
കുരിശ് നോക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ കുരിശ് അണിഞ്ഞതുകൊണ്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഒന്നാമത്തെ ഫാക്ടർ ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണെന്നും ഈശ്വരന്റെ പൃഥുത്വം അംഗീകരിക്കലാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നും തൗഫീഖിന്റെ അടിസ്ഥാനമെന്നും പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തത്, ഓരോ മതങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും അവിടെ വളർന്നിട്ടുള്ളതും ആ ജോഗ്രഫിയുടെ സ്വാധീനം വളരെ ഉണ്ടായിട്ടുള്ളതുമാണ്. അവിടെയുള്ളവർക്ക് അവരെ പ്രവാചകന്മാരെന്നോ ഗുരുക്കന്മാരെന്നോ ഒക്കെ വിളിച്ചിരുന്നു. അവർ ആ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ആരാധ്യരാണ്, ബഹുമാന്യരാണ്. അവരെ അല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്തേക്ക് അവരോധിക്കാതിരിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്. ക്രിസ്തു മതത്തെ സംബന്ധിച്ച് യേശുവിനെയാണ് അതിൻ്റെ ഏറ്റവും മുമ്പിൽ സ്മരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. അതാത് സമ്പ്രദായങ്ങൾ, ശൈവ വൈഷ്ണവ ശാക്തേയ മറ്റ് സമ്പ്രദായത്തിൽപ്പെട്ടവർക്കൊക്കെ അവരവരുടെ പരമ്പരാ ഗുരുക്കൾ തന്നെ ആയിരിക്കണം. അവിടെയും കോംപ്രമൈസ് പാടില്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. ആ കോംപ്രമൈസ് നിന്ന് മാറി മറ്റൊന്നിനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ വഴിപിഴച്ചവരാകുക. നമ്മുടെയൊക്കെ എന്തൊക്കെയോ മതത്വം നഷ്ടപ്പെടുന്നു അവിടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, വാങ്കിൽ അടക്കം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മുഹമ്മദിന്റെ വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള നമസ്കാരങ്ങളിലൊക്കെ എത്ര പ്രാവശ്യമാണ് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ മക്കൾക്കും കൃപ ചെയ്തതുപോലെ, കരുണ ചെയ്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബങ്ങൾക്കും വരെ പ്രാർത്ഥനകളുണ്ട്. അവസാനത്തെ പ്രാർത്ഥനയാണ് അസ്സലാത്തു അലാ സയ്യിദിന മുഹമ്മദ്. അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ. ഇതൊക്കെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേതാവിന്, സയ്യിദിന് കൊടുക്കാവ്. തൻ്റെ നേതാവിന് മുമ്പിൽ നിൽക്കുന്ന ആളിന് ഒരു കുറവും കൊടുക്കരുത്. ചിലപ്പോൾ അത് ദൈവത്തോളം ഒക്കെ അങ്ങോട്ട് പോയൊക്കെ ഒന്ന് വരും. അത് മനസ്സിലാക്കാതെ എത്രത്തോളം കൊടുക്കണമെന്നുള്ളത്. അള്ളാഹ് പറഞ്ഞാൽ അടുത്ത റസൂല് പറയണം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പിതാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ പറഞ്ഞിരിക്കണം, യേശുക്രിസ്തു ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് മതമാകില്ല. ഞങ്ങൾക്കും ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതൊരു കോമൺ ഫോർമുലയാണ്. ഏത് സമ്പ്രദായത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ചൊല്ലാവുന്നൊരു ഫോർമുലയാണ്, ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ഗുരു. ഇവർക്കൊക്കെ ഈ ദൈവങ്ങളെയൊക്കെ, ഈ ദൈവസങ്കല്പങ്ങളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ ഗുരുവിനെയാണ്. കാരണം അവരിലൂടെയാണ് ചില കാര്യങ്ങൾ ദൈവം ലോകത്തോട് അറിയിച്ചത്. പിതാവായ ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരുന്ന പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് ആ വെളിച്ചം വന്നു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ആദിയിൽ അല്ലാഹു സൃഷ്ടിച്ച നൂറ്, ആ നൂറിന്റെ പ്രകാശനം നടന്നത് ആമിന ബീബി എന്ന് പറയുന്ന ആ ഒരു ഉദരത്തിലാണ്. മറിയം ബീബി അലൈഹിസ്സലാമിലൂടെ എങ്ങനെയാണോ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ആ കാരുണ്യം കൊണ്ടുവന്നത്, അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആമിന ബീവിയിലൂടെ. ഈ ആമിനയിലൂടെ, മറിയത്തിലൂടെ ഒക്കെ അവതീർണമായ ഈ ദൈവത്തിൻ്റെ പ്രതിച്ഛായകളും മുഖച്ഛായകളും ഒക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അതിൽ അവിശ്വാസം പാടില്ല. അവിശ്വസിച്ച ഇന്ന് പോയി ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചു. പിന്നെ അടുത്തത് ആരും നിങ്ങളെ പുറത്താക്കൊന്നും വേണ്ട, നിങ്ങൾ ഓൾറെഡി പുറത്താ. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണെന്ന് എന്താ, നമ്മൾ അറിയ പോലും ഇല്ല. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയി. അതുകൊണ്ട് ഗുരുവിന്റെ പ്രാധാന്യം, ഋഷിമാരുടെ പ്രാധാന്യം, ഗുരുക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ പ്രാധാന്യം ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മളെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഒരു ഗുരു സമ്പ്രദായമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിൽ കുറവാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധന്മാരോടുമായുള്ള ഐക്യത്തിൽ എനിക്ക് തോന്നുന്നു സീറോ മലബാർ കുർബാനയിൽ അങ്ങനെ പറഞ്ഞു. ഇവിടെ മലങ്കര അച്ഛനാണുള്ളത്, ഒരു പക്ഷേ അതിലുണ്ടോ? വിശുദ്ധന്മാരുമായുള്ള ഐക്യത്തിൽ, വിത്ത് ദ കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്, അത് ഉണ്ടാവുമല്ലോ. എല്ലാ വിശ്വാസ പ്രമാണത്തിലും ഉണ്ടാവും. യെസ്, എല്ലാത്തിലും ഉണ്ട്.
കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ് എന്ന് പറയുന്നൊരു. അപ്പം അമ്പ്യാക്കന്മാരോ ഔലക്കന്മാരൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ എവിടെയാണ് നമ്മൾ നമ്മൾക്ക് വിഷമം വരേണ്ട കാര്യം എന്താ? നമ്മളാൽ നമ്മുടെ സമ്പ്രദായത്തെ പ്രഫുല്ലമാക്കിയ, അതിനെ വിസ്തൃതമാക്കിയ എല്ലാ സെയിൻസുകളും, എല്ലാ അമ്പ്യാക്കളും, എല്ലാ ഔലിയാക്കളും, എല്ലാ ഗുരുക്കന്മാരും നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാകണം. അതിനെ വിട്ടിട്ട് യാതൊരു കളിയും പാടില്ല. മൂന്നാമത്തെ വിഷയം എന്തായിരിക്കണം? ദൈവവും പറഞ്ഞു, നമ്മുടെയൊക്കെ പ്രവാചകന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടക്കക്കാരെയോ നമ്മൾ സ്മരിച്ചു. മൂന്നാമത് നമ്മൾ ലോകത്തിൽ ഇനി എന്താണ് അടുത്തത്? എന്താണ് ഏറ്റവും ഇനി പ്രധാനമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടതും നന്ദി കാണിക്കേണ്ടതും ശുക്ർ കാണിക്കേണ്ടതും ആരോടാണ്? അദ്ദേഹം പറഞ്ഞു, നിന്റെ മാതാവിനോട്. വീണ്ടും ചോദ്യകർത്താവ് ചോദിച്ചു, ഇനി ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത്, കാരുണ്യം കാണിക്കേണ്ടത്? അപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനോട്. വീണ്ടും ചോദ്യകർത്താവ് ചോദിച്ചു, മനസ്സിലായി, ഇനി ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ മാതൃക കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത്, നന്ദി കാണിക്കേണ്ടത്, കാരുണ്യം കാണിക്കേണ്ടത്? ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്? അപ്പോഴും ഉത്തരം, നിന്റെ മാതാവിനോട്. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു. ഇനിയും മാതാവ്. നാലാമതും ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ പിതാവിനോട്. അതായത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മത്തിന് കാരണമായ അച്ഛനും അമ്മയ്ക്കും മതം കൊടുക്കുന്ന പ്രാധാന്യം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞു വരിക. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ വൃദ്ധസദനങ്ങൾ കൂടുന്നു, നമ്മളൊക്കെ വിലപിക്കാറുണ്ട്. അല്ലെങ്കിൽ മതക്കാരുടെ ഇന്നിപ്പോൾ ഒരു വലിയൊരു ഒരു കാരിസമാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുക. മതമാണോ ഇത് ചെയ്യേണ്ടത്? മതം ഇത് പറഞ്ഞു കൊടുക്കണം. വൃദ്ധസദനങ്ങൾ പറ്റില്ല, ഒപ്പം നിർത്തണം. കൂടെയുണ്ടെന്ന് പറയാൻ ഓരോ മക്കൾക്കും കഴിയണം. ചിലപ്പോൾ നിങ്ങളൊക്കെ പല പല ദേശത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവും, പല രീതിയിലുള്ള ഒക്കേഷൻസിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ എവിടെയുണ്ടെങ്കിലും ഒരു വിളിയിൽ അല്ലെങ്കിൽ ഒരു അറിയിപ്പിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുമെന്ന് പറയണം. ശങ്കരാചാര്യ അലൈഹി സ്വലാമിന് അത് ഉണ്ടായിരുന്നു. ശങ്കരാചാര്യർ സന്യസിക്കാൻ പോയപ്പോൾ 6 വയസ്സിലാണ് പോകുന്നത്. ശങ്കരാചാര്യർ പോയ സമയത്ത് മൂപ്പത്തിയാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, മരണസമയത്ത് ഞാൻ ഉണ്ടാവുന്നു. ആ കൃത്യ മരണസമയത്ത് എങ്ങനെ പാറി വന്നോ വിമാനം പിടിച്ചു വന്നോ ഒന്നും എനിക്കറിയില്ല, അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അമ്മയുടെ അന്ത്യേഷ്ടി സംസ്കാരം നടത്തിയത്. സന്യാസത്തിന്റെ ഏറ്റവും കൂടുതൽ കുടുംബത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്ന അദ്വൈതിയായ, അതിലും അപ്പുറം അദ്വൈതം പറഞ്ഞൊരു ആചാര്യൻ ശങ്കരാചാര്യരിലും അപ്പുറം ഒന്നും കേരളം അല്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ല. പക്ഷെ ആ ശങ്കരാചാര്യർ പോലും അമ്മയുടെ അനുവാദത്തോടുകൂടി സന്യാസത്തിന് പോവുകയും അമ്മയുടെ അന്ത്യേഷ്ടിക്ക് വേണ്ടി, അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരികയും ചെയ്ത മഹാനാണ്. അപ്പൊ പിന്നെ സന്യാസികൾക്കും ഇതിൽ നിന്നും മാറ്റമില്ല. അതുകൊണ്ട് നിന്റെ അപ്പനെയും അമ്മയും നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്, നിനക്ക് സമ്പൽ സമൃദ്ധി, എല്ലാ നന്മകളും ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നതിലും അപ്പുറമായൊരു മൂന്നാമത്തെ ചാപ്റ്റർ ഒന്നും ഒരു മതത്തിലും ഇല്ല. ഏത് മതമാണ് മാതൃദേവോ ഭവ, പൃഥുദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്നത്? ആദ്യം പറയുന്നത് മാതൃദേവോ ഭവ എന്ന്. അമ്മയുടെ പ്രാധാന്യം, പ്രസവിച്ച അമ്മ എപ്പോഴും, പ്രത്യേകിച്ച് യാക്കോബ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പള്ളികളിൽ നമ്മളൊക്കെ കാണുന്ന ഒരു സങ്കല്പമുണ്ട്, അമ്മയും കുഞ്ഞിൻ്റെയും സങ്കല്പം. കന്യാമാതാവിനോടുള്ള ആ ഒരു വണക്കം, ബഹുമാനം നിങ്ങൾക്കൊക്കെ കാണാം. പല കപ്പേളകളിലും പല കുരിശുപള്ളികളിലും അതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെയൊക്കെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛനമ്മമാരോടുള്ള കടമ നിർവഹിക്കുക എന്നുള്ളതാണ്. അവിടെയും നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ മൂന്നിലും ഇപ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആത്യന്തികമായി വ്യത്യാസമുണ്ട്, അതിന്റെ എക്സ്പ്രഷൻസിൽ വ്യത്യാസമുണ്ടോ? അത് തന്നെയാണ് വേദവും പറഞ്ഞത്. അല്ലാതെ എന്ത് എക്സ്പ്രഷൻസിലാണ് വ്യത്യാസമുള്ളത്? ഇനിയാണ് നാലാമത്തെ കാര്യം. അവിടെയാണ് ഇന്ന് കുറച്ചുകൂടി ഈ വിഷയത്തിലേക്ക് പ്രസക്തമാകുന്നത്. ഇന്നത്തെ സന്ധ്യയ്ക്ക് വേണ്ടി പറയാനുള്ളത് ഈ നാലാമത്തെ വിഷയത്തിലാണ്. ഇനി എന്താണ് നമുക്ക് ഒരു മതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്?
ഒരു മതത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന നാലാമത്തെ കാര്യം, ദൈവം കഴിഞ്ഞാൽ, തങ്ങളുടെ നേതാവ് കഴിഞ്ഞാൽ, തങ്ങളുടെ മാതാപിതാക്കളോടും കുടുംബത്തിനോടുമുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞാൽ നാലാമത്തെ കടമയും കടപ്പാടും ഋണവും വരുന്നത് സഹജീവികളോടാണ്. അവിടെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുക്രിസ്തുവിന്റെ വാക്കും നല്ല സമരിയാക്കാരന്റെ ഉപമയും. ആരാണ് തന്റെ അയൽക്കാരൻ എന്നതിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും എല്ലാം പൂർണ്ണതയോടുകൂടി നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ദൈവത്തിനോടുള്ള നിന്റെ കടമ പൂർത്തിയാകുന്ന നിമിഷം നീ മനുഷ്യനോടുള്ള കടമയാണ് പൂർത്തിയാക്കേണ്ടത്. ഇത് തന്നെയാണ് ഖുർആനും പറയുന്നത്. എന്താ ഖുർആൻ പറയുന്നത്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹീൻ ഫലഹും അജ്റഹും ഇൻദ റബ്ബിഹിം യാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ? എങ്ങനെയല്ലേ ഉസ്താദേ? എന്താ? വളരെ 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 കൃത്യമാണ്. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 62-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവനാകട്ടെ, അതായത് അറബി പ്രവാചകനിൽ മുഹമ്മദ് പ്രവാചകനിൽ വിശ്വസിച്ചവനാകട്ടെ, മുഅ്മിനീമാകട്ടെ. വല്ലദീന ഹാദു, യഹൂദനാകട്ടെ, വനസാറ, നസ്രാണി ആവട്ടെ, വസ്വാബീന, സാബിയന്മാര് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ കുറെ അൽക്കുൽത്ത് ജാതികൾ, ഇപ്പൊ ഞങ്ങളെ കയ്യിൽ പെടുന്നു കൂട്ടിക്കോളി. ഈ അൽക്കുൽത്തിൽ ഞങ്ങളൊക്കെ പെടട്ടെ. ഇതിലൊന്നും പെടാത്ത, ഈ അബ്രാഹാമിക് ട്രഡീഷനിൽ പെടാത്തവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏത് അൽക്കുൽത്തും ആയിക്കോട്ടെ, 2-3 കണ്ടീഷൻ അവിടെ പണ്ടുള്ളൂ. എന്താണ്? ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നോണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കൊന്നും ദൈവവിശ്വാസം അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മതസൗഹാർദ്ദമൊന്നുമായിട്ട് നിൽക്കാൻ പറ്റില്ല. മറ്റ് മാനവ സൗഹാർദ്ദമേ പറയാൻ പറ്റൂ. ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയോ, തുടക്കം ഉണ്ടെങ്കിൽ ഒടുക്കണ്ടെന്ന് വിശ്വസിക്കാൻ എന്തത്ര ബുദ്ധിമുട്ട്. അതിനൊരു വിശ്വാസമല്ലല്ലോ, അതൊരു സയൻസ് അല്ലേ, അതൊരു യാഥാർത്ഥ്യമല്ലേ. ഞാൻ തുടങ്ങി, ഞാൻ അവസാനിക്കും. ഇവിടെ തുടങ്ങിയത് എന്തെങ്കിലും അവസാനിക്കാത്തുണ്ടോ? കുറച്ചും കൂടിയൊക്കെ സമയം നീട്ടി കിട്ടുന്നല്ലാണ്ട്. അതുകൊണ്ട് എവറിത്തിങ് ഹാസ് ആൻ എൻഡ്. ഒരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട്, ഒരു ഡൂംസ് ഡേ ഉണ്ട്. അതിന് മതങ്ങൾക്ക് അവരുടേതായ മറ്റു വിശ്വാസത്തിൽ പൊതിഞ്ഞ അവരുടെ ചില കാര്യങ്ങളുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ സമ്പ്രദായത്തിൽ വിശ്വസിക്കട്ടെ. പക്ഷേ ഒരു എൻഡ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും മതവിശ്വാസിക്കില്ല. ഒരു മതവിശ്വാസിക്കും ലോകത്തിലില്ല. പിന്നെയോ അതും പോരട്ടെ, അടുത്ത എന്റെ വിഷയത്തിലേക്ക് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. 3-ാമത്തെ വാക്ക് പറയുന്നത് വഅമില സ്വാലിഹീൻ, സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. ടു ഡു ഗുഡ് ഡീഡ്സ് which is recognized by God. ദൈവം സമ്മതിച്ച അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കുന്ന നന്മ പ്രവൃത്തികൾ. ദൈവം അംഗീകരിക്കുന്ന നന്മ പ്രവൃത്തികൾ അല്ലാത്ത നന്മ പ്രവൃത്തികൾ ഉണ്ടോ? ഉണ്ടാവും. ഇപ്പൊ ഇവിടെ മതപുരോഹിതന്മാരുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കുക, ദൈവം അംഗീകരിക്കാത്തൊരു നന്മ പ്രവൃത്തി ഉണ്ടോ? ആർക്കൊരു ഉദാഹരണം പറയാൻ പറ്റുക? ഒരാൾക്ക് കള്ളുടിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുക, അവന് ബാറൊന്നും കിട്ടാനില്ല, 1-ാം തീയതി ആയതുകൊണ്ട് ജവാനോ ഒന്നുമില്ല. ഓനിപ്പോ എന്താ ചെയ്തു കൊടുക്കുക? ഒരു പെഗൊക്കെ കൊടുത്തു അവനെ സഹായിക്കുന്ന നല്ല പ്രവർത്തിയാണ്. പക്ഷെ ദൈവം അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യഭിചരിക്കാൻ മുട്ടി നിൽക്കണവന് സൗകര്യം വീട്ടിൽ ചെയ്തു കൊടുക്കുക, എനിക്ക് തോന്നുന്നില്ല ദൈവം അംഗീകരിക്കണ. അമില ഹായ സ്വാല, അല്ലെങ്കിൽ വെറും അമല് പറഞ്ഞാൽ മതി. അല്ലേ? വെറും അമൽ എന്ന് പറഞ്ഞാൽ മതി. നന്മ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായിട്ടുള്ള നന്മകളായിരിക്കും. ഇതാണ് ഈ പറയുന്ന സ്വാലിഹായിട്ടുള്ള അമലുകൾ. എന്താണ്? തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വീട്ടിലിരുന്നുണ്ണുന്നുണ്ട് എങ്കിൽ നീ എൻ്റെ കൗമിൽപ്പെട്ടവനല്ല, നീ എൻ്റെ സഭയിൽപ്പെട്ടവനല്ല, നീ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൈവത്തോളം നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവത്തോട് നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ പ്രഫുല്ലതയായി കാണേണ്ടത് അയൽക്കാരനോടുള്ള നീതി നിർവഹണത്തിലാണെന്ന് പറഞ്ഞ്, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് സമരക്കാരന്റെ ഉത്തരം പറയുന്ന ദൈവം യേശുവിലൂടെ. അവിടെ സ്വന്തം മതത്തിൽപ്പെട്ട പുരോഹിതനും ലേവ്യനും നടന്നുപോയി. അവരാരും മുറിവേറ്റ യഹൂദനെ അംഗീകരിച്ചില്ല,
സഹായിച്ചില്ല. കാരണം അവർക്ക് അവരുടേതായ ന്യായീകരണം ഉണ്ട്. എനിക്കത് തിരുമേനി പറഞ്ഞപ്പോൾ വല്ലാതെ കൊണ്ടു. വി ഹാവ് അവർ ഓൺ എക്സ്ക്യൂസസ്. അല്ലാണ്ട് എക്സ്ക്യൂസ് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, കാരണപ്പെട്ട എക്സ്ക്യൂസ് ഉണ്ട് അവിടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് എക്സ്ക്യൂസുകൾ ഉണ്ടായിട്ടും ഈ മതക്കാരനെ എനിക്ക് തൊടാനോ അവനെ സഹായിക്കാനോ പാടില്ല എന്ന ചരിത്രപരമായ പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും സമരിയക്കാരൻ അൺടച്ചബിൾ, അല്ലാതെ യഹൂദന്റെ മുമ്പിൽ സമരിയക്കാരന് ഒരു വിലയില്ല. അത്തരം ഒരാളാണ് തൻ്റെ കഴുതപ്പുറത്ത് ഏറ്റിക്കൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടാക്കിയതും മുറിവിൽ എണ്ണ പുരട്ടാൻ സഹായിച്ചതും തുടർ ചികിത്സയ്ക്കുള്ള പൈസ കൊടുത്തതും ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വരുമ്പോൾ തിരിച്ചു നൽകാമെന്ന വാഗ്ദാനവും നൽകിപ്പോകുന്നത്. ഇത് മനുഷ്യനോടുള്ള കാരുണ്യ പ്രവർത്തനത്തിന്റെ ജനസേവ, ജനാർദ്ദന സേവയാണ് ഹിന്ദുമതത്തിൽ. മാനവസേവ മാധവ സേവയാണ്, നരസേവയാണ് നാരായണ സേവ. അല്ലാത്തൊരു ഡെഫിനിഷനും ഹിന്ദുമതത്തിൽ ഞാനും കണ്ടിട്ടില്ല. ഈ ചെയ്യുന്നത് ഇടത് കൈ, ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്ന് പറഞ്ഞത് എങ്ങനെ രണ്ടും കൂടിയല്ലേ കൊടുക്കുക? നമ്മളൊക്കെ ഇപ്പോൾ രണ്ടും കൂടി കൊടുക്കുമ്പോൾ രണ്ട് കൈയും കാണുന്നുണ്ട്. ഇതിങ്ങനെ കൊടുക്കണം എന്നാ ഇങ്ങനെ കൊടുക്കണം എന്നാ, എങ്ങനെയാണെങ്കിലും മനോഭാവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇടത് കൈ ചെയ്യുന്നത് വലത് കൈയും, വലത് കൈ ചെയ്യുന്ന ഇടത് കൈയും അറിയരുത്. ഇവിടെയാണ് സൂക്ഷ്മതയുള്ള ഇസ്ലാമിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ് നമസ്കരിക്കുന്നവന്റെ ലക്ഷണം? എന്താണ് ഒരു മതവിശ്വാസിയുടെ ലക്ഷണം എന്ന് അൽ മൗൻ എന്ന ചാപ്റ്റർ വെച്ചിട്ട്, അൽ മൗൻ എന്ന അധ്യായത്തിൽ എന്താ, സൂറത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അൽ മൗനിൽ പറയുന്നത് നമസ്കരിക്കുന്നവർക്ക് ശാപം അല്ലേ? മറ്റേ അധ്യായം ഏതായിരുന്നു? വേറെ ഒന്നുണ്ടല്ലോ. മഹറൂമിങ്ങളെ തിരിച്ചറിയണമെന്ന് പറയുന്നു. മഹറൂമിങ്ങളെ തിരിച്ചറിയുന്നവനാണ് നമസ്കാരം നിലനിർത്തുന്നവൻ. നമസ്കരിക്കുക എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞില്ല ആസ് എ വെർബ്. നമസ്കാരം നിലനിർത്തുക എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ നമസ്കരിക്കലും നമസ്കാരം നിലനിർത്തലും തമ്മിലുള്ള വ്യത്യാസം? നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നീ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികളോട് ചോദിക്കാനുള്ള ചോദ്യം. നിങ്ങൾ ആരാധനകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരാധനയിൽ, പൂജകളിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഹിന്ദുവിനോടും ചോദിക്കാനുള്ള ചോദ്യം. ഇതേ ചോദ്യം തന്നെയാണ് ഖുർആനും നമ്മളോട് ചോദിക്കുന്നത്. നമസ്കരിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു വെർബ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അൽ മൗനിൽ പറയുന്ന പോലെ നമസ്കരിക്കുന്നവർക്ക് ശാപം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം എന്താ? യഥാർത്ഥമായ ഈശ്വരാരാധന മനസ്സിൽ പൂർണ്ണമായ ഇബാദത്തോടുകൂടി, പൂർണ്ണമായ വിശ്വാസത്തോടും പൂർണ്ണമായ സമർപ്പണത്തോടും കൂടിയും ചെയ്യാത്തവർക്ക് ശാപം എന്നാണ്. ബാക്കിയുള്ളടത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ? നമസ്കാരം നിലനിർത്തുക. നമസ്കാരം അതെങ്ങനെയാ അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ വെച്ചാൽ, കിണറ് കുഴിക്കുക അതൊരു സാധനം, പക്ഷെ കിണറ്റിലെ വെള്ളം നിലനിർത്തുക എന്ന് പറയുന്ന അതർ പ്രോസസ്സാണ് അല്ലേ? കിണറ് കുഴിച്ചുകൊണ്ട് വെള്ളം കിട്ടുമോ? ഇനി വെള്ളം കണ്ടുകൊണ്ട് വെള്ളം നിലനിൽക്കുവോ? വെള്ളം കണ്ടു നീച്ചു പോന്നാലോ? വെള്ളം കണ്ടാൽ വെള്ളം നിലനിർത്താനുള്ള ആഴം കുഴിക്കണം. വെള്ളം കണ്ടു എന്നുള്ളത് കൊണ്ട് കിണറിന്റെ പണി പൂർത്തിയാകില്ല. നിസ്കരിച്ചു എന്നതുകൊണ്ട്, നമസ്കരിച്ചു എന്നതുകൊണ്ട്, ആരാധനകൾ അർപ്പിച്ചു, പൂജകൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് അതിലുള്ള നിലനിൽപ്പായില്ല. അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും വറ്റാത്ത രീതിയിലേക്ക് ആഴത്തിൽ പോകണം അവനവന്റെ മതജീവിതം, അവനവന്റെ പ്രാർത്ഥനാ ജീവിതം. ഏത് പ്രശ്നങ്ങളും വന്നോട്ടെ, ഏത് പ്രതികൂല വേനൽക്കാലം വന്നാലും നിലനിർത്തപ്പെട്ട വെള്ളമുള്ള കിണറ്റിലെ വെള്ളത്തിന് ആഴമുണ്ടാകും. അതൊരിക്കലും പറ്റില്ല. അത് സ്രോതസ്സായി തന്നെ നിലനിൽക്കും. ഇതാണ് ഓരോ മതവിശ്വാസികളും ഇവിടെ ചെയ്യേണ്ടത്. തങ്ങളുടെ മതവിശ്വാസം ആഴത്തിൽ പെടുന്ന മഹറൂമിങ്ങളെ തിരിച്ചറിയും. ആരാണ് മഹറൂമിങ്ങൾ? മിസ്കീൻ നമുക്കറിയാം, ദരിദ്രരെ നമുക്കറിയാം. ദരിദ്രന് സക്കാത്തും സദക്കയുണ്ട്. ഓൻ വന്ന് ചോദിച്ചോളും, ഓന് കൊണ്ടു കൊടുക്കൊന്നും വേണ്ട. ഇസ്ലാമിക രീതി പ്രകാരം സക്കാത്തും സദക്കയും ഒരു ദരിദ്രന്റെ അവകാശമാണ്. അത് അവന് വന്ന് ചോദിക്കാം, അതില് മടി വിചാരിക്കേണ്ടതില്ല. പക്ഷെ മഹ്റൂമീനെ തിരിച്ചറിയാന്ന് പറഞ്ഞാലോ, ആ മഹ്റൂമിങ്ങനെ തിരിച്ചറിയുന്നവൻ നമസ്കാരം നിലനിർത്തുന്നവനാണ്. എന്താ ഈ കുറെ നേരമായാലും ഞാൻ ഈ മഹ്റൂമാറ് എന്താ ഇപ്പൊ നിങ്ങൾ ഈ മനസ്സിലാക്കിയെന്നല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ പറയണ തന്നെയാണോ ഈ മഹ്റൂം? അച്ഛന് കുപ്പായം കൊടുത്തില്ല എന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. കൊടുക്കാൻ പറ്റിയില്ല, ഞാൻ വെറുതെ പറഞ്ഞു. ആ കഥ ഞങ്ങളിവിടെ കേട്ട് സന്തോഷമായി. എൻ്റെ നേർ അനുഭവം എന്ന് പറയുന്നത്,
വളരെ പ്രസിദ്ധനായ പ്രഭാഷകൻ, ഏറെ സ്നേഹബഹുമാനപ്പെട്ട എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന, ഞാനൊരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്ന കബീർ ബാക്കവി അവർ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് ഒരു സംഭവം ഞാൻ പറയാം. ഉസ്താദിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഉസ്താദ് ഒരു നല്ല കോട്ടൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ ഒന്നുകൂടി ഒരു വളരെ മൊഞ്ചനായിട്ടുണ്ട്, ഒരു നിക്കാഹിനൂടെ ഉള്ള ഒരു നിക്കാഹിൻ്റെ പുയ്യാപ്പിളെ പോലെയുണ്ട്. ഉസ്താദ് വളരെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, കാരണം നല്ലൊരു കോട്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, അളവ് പറഞ്ഞാൽ മതി, ഞാൻ ദുബായിൽ പോയിട്ടാണ് തയ്പ്പിക്കാറ്, ഇനി പോയി വരുമ്പോൾ തീർച്ചയായിട്ടും തയ്പ്പിച്ചു കൊണ്ടുവരാം. അദ്ദേഹം ഈ അടുത്ത കാലത്ത് UAE പോയി അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സുഹൃത്തായ അസീസ് എന്ന് പറയുന്നൊരു സഹോദരനോട് ഒരുപാട് ആ കടയൊക്കെ അന്വേഷിച്ച് പോയി. പക്ഷേ ആ കട പൂട്ടിപ്പോയി. ഉസ്താദ് അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, എനിക്ക് ഈ പ്രാവശ്യം അത് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. പറഞ്ഞു വരുന്നത്, ഇതെനിക്കൊരു നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ എന്നെ പ്രത്യേകിച്ച് കരുതുന്നത് കൊണ്ടല്ല, അദ്ദേഹം ഒരുപാട് ആളുകളെ കരുതുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ആ കഥ ഞങ്ങളിവിടെ കേട്ട് സന്തോഷമായി. മഹ്റൂമിങ്ങളെ തിരിച്ചറിയുക എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇത് എൻ്റെ വ്യാഖ്യാനാട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൽ നല്ലത് എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക. ലക്കുദ്ദീനിക്കും വലിയതിനെ നമ്മൾ ഒഴിവാക്കാം, അതിലൊന്നും നമുക്കൊരു വിഷമമില്ല. പണ്ട് കാലത്തിൽ റസൂലുള്ളാഹിയുടെ കാലത്തിലെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ, ആ അപ്പസ്തോലന്മാരിൽപ്പെട്ട അല്ലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ ബോധപൂർവം തങ്ങളുടെ വിശപ്പിനെയും ദാരിദ്ര്യത്തെയും മറച്ചു വെച്ചിരുന്നു. മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ദൈവം തനിക്ക് തന്നതാ. ഈ ദൈവം തനിക്ക് തന്ന ദാരിദ്ര്യത്തെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി അതിന് പരിഹാരം തേടൂല, അതിനുള്ള ഉത്തരം ദൈവം തന്നെ തരണം എന്ന് ശാഠ്യം പിടിച്ച മഹത് വ്യക്തികളായിരുന്നു അവർ. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെപ്പോഴും നല്ലോണം മിനിങ്ങി നടക്കും, കയ്യിലൊക്കെ നെയ്യ് പുരട്ടി നടക്കും, കാരണം ബിരിയാണി കഴിച്ചതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പുക ഉയരും, അപ്പം നോക്കുമ്പോൾ അവിടെ എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ ഹറാമാക്കാം, ഇതിൽ നിന്ന് ഐശ്വര്യത്തിന്റെ ഹറാമികളാണ് അവർ. അതാണ് ആ മഹ്റൂം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ കബീർ ഉസ്താദൊക്കെ ഉണ്ട്, അവർക്ക് അതിൻ്റെ എറ്റിമോളജി ഒക്കെ നല്ലോണം പറഞ്ഞു തരും. തെറ്റുണ്ടെങ്കിൽ മൂപ്പര് തിരുത്തിക്കോട്ടെ, ഞാനൊന്ന് 11:30 വണ്ടി കയറും. അതായത് ഐശ്വര്യം തങ്ങൾക്ക് ദൈവനിശ്ചയപ്രകാരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഹറാമിങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന മഹ്റൂം ആരെടുത്തും പോയി സക്കാത്ത് സദക്കൊന്നും ചോദിക്കൂല. അത് ദൈവം തന്നതാണ്, ഞാൻ അനുഭവിച്ചോണ്ട്. ഇനി ദൈവം തന്നെ ഇടപെട്ട് വല്ലവന്റെ മനസ്സിലൂടെ എന്തെങ്കിലും കൊണ്ട് തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ മതവിശ്വാസത്തിന്റെ ആഴമുള്ളവർക്കേ കഴിയൂ. അത് നമസ്കാരം നിലനിർത്തുന്നവന്റെ ലക്ഷണമാണ്. അത് ആരാധനയിൽ ആഴ്ന്നുപോയവന്റെ ലക്ഷണമാണ്. നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ദൈവം അത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നു. ആരാണ് നിന്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിന്റെ സഹായം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്റെ സ്രോതസ്, നിന്റെ വിഭവങ്ങൾ ആർക്കൊക്കെയാണ് നീ പങ്കുവെക്കേണ്ടത് എന്ന് ദൈവം തരുന്ന ഒരു ഹോട്ട് ലൈനാണത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമസ്കാരം പോലും, ആരാധന പോലും മനുഷ്യനോടുള്ള ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ വിഭവങ്ങളെ ഷെയർ ചെയ്യാനായിട്ടാണ് ഓരോ മതങ്ങളും ഇവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇത്തരം കഥകളൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. കാക്കയ്ക്ക് അപ്പം കൊണ്ട് കൊടുത്ത കഥ ഉണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിൽ. കാക്ക അപ്പം കൊണ്ട് കൊടുക്കണ കഥ ഏത് പ്രവാചകനാ? ഏലിയ പ്രവാചകനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അല്ല, അത് നോഹേനോട്. ഏലിയ പ്രവാചകൻ ഒരു സ്ഥലത്ത് മറുതലിച്ച് നിൽക്കുകയാണ് ദൈവത്തിനോട്. ദൈവം പറഞ്ഞൊന്നും കേൾക്കണില്ല. വിശക്കും അങ്ങനെ കാക്ക അപ്പം കൊണ്ട്. മരുഭൂമിയിൽ എന്ത് കാക്ക? ഇനി ഉണ്ടെങ്കിൽ തന്നെ കാക്കയ്ക്ക് മനുഷ്യനപ്പം കൊടുക്കില്ല, പണിയുള്ള മനുഷ്യന്റെ അപ്പം കൊത്തി പറക്കലല്ലേ കാക്ക ചെയ്യേണ്ടത്. പക്ഷെ നേരെ വിപരീതമായി, പ്രകൃതി വിരുദ്ധമായി, അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന പ്രോസസ്സിനെതിരായി ദൈവം അനേക സമയത്ത് ഈ ഏലിയാവിനെ കരുവേലകത്തിന്റെ കീഴിലിരുന്ന ഇയാൾ തന്നെയാ. അതെ, ഈ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തപ്പോൾ ആ പൊട്ടന് മനസ്സിലായത് ദൈവത്തിന് വേറൊരു പ്ലാൻ ഉണ്ട്. ഇത്രയും കാരുണ്യം എന്നോട് കാണിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് അവരെ എത്രത്തോളം ഇത് പറഞ്ഞ് മനസ്സിലാക്കി മതജീവിതത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഞാൻ പോകണം എന്ന് തീരുമാനിച്ച സംഭവം ഉണ്ട്. അപ്പൊ പിന്നെ ഏത് മതത്തിലാണ്
തങ്ങളുടെ ആരാധനാ ജീവിതം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന അത്രയ്ക്കും ആഴത്തിൽ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുന്നവരായി മാറാതിരിക്കാൻ ആരാണ് ഇവിടെ എതിര് നിൽക്കുന്നത്? അതുകൊണ്ട് എൻ്റെ മതജീവിതത്തിലും ഇത് തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന ഗീതയിൽ ഒരു ശ്ലോകം ഉണ്ട്. എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ ഭക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ ചെയ്തോളാം. യോഗക്ഷേമം വഹാമ്യഹം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. LICന്റെ അടിയിൽ എഴുതി വെച്ച ഈ കൈയിൻ്റെ അടിയിൽ ഒരു വിളക്കും 2 കൈയും അല്ലേ LICന്റെ ചിഹ്നം. അതിൻ്റെ അടിയിൽ എന്താ ഒരു സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യോഗക്ഷേമം വഹാമ്യഹം. അവിടെയൊന്നും അല്ലാതെ എഴുതേണ്ടത്. ഓരല്ല നമ്മുടെ യോഗക്ഷേമം നോക്കേണ്ടത്. ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം. അതായത് നിങ്ങൾക്കുള്ള ഭക്ഷണം വരെ കാക്കയിലൂടെയോ ഏതെങ്കിലും ജീവിയിലൂടെയോ കൊണ്ടുതരും. എനിക്ക് തോന്നുന്ന മൃഗങ്ങളിലൂടെ കൊണ്ടു തരിപ്പിക്കലാണ് ദൈവത്തിന് കുറച്ചും കൂടി എളുപ്പം. മറ്റേത് നിങ്ങൾ ആദ്യം വിശ്വാസിയാക്കണം, നിങ്ങൾ പിന്നെ ആരാധന നടത്തണം, നിങ്ങൾ പിന്നെ നമസ്കരിപ്പിക്കണം, എന്നിട്ട് നിങ്ങളെ മഹ്റൂമിങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പ്രോസസ്സ്. കാക്കേനോട് പറഞ്ഞ കാക്ക വേഗം കൊണ്ട് കൊടുക്കും. ഇതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് മതജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തിരുത്തപ്പെട്ടോളി, നിങ്ങൾ പറഞ്ഞോളി. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ഒന്നാമത്തെ സിലബസ്, ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തത് അവനവന്റെ മതനേതാക്കളും അവനവന്റെ പ്രവാചകന്മാർ, അവരെ നിങ്ങൾ ദൈവത്തോളമോ ദൈവതുല്യമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ ഏകനായ ദൈവത്തെ തന്നെ ബഹുമുഖമായി പറയാനോ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അവിടേക്കാണ് മതങ്ങൾ വ്യത്യസ്തമാകുന്നത്. പക്ഷെ അടിസ്ഥാനത്തിൽ മതങ്ങൾ വ്യത്യസ്തമല്ല. മൂന്നാമത് അച്ഛനമ്മമാരോടുള്ള ക്രിസ്ത്യൻ അച്ഛനമ്മമാരോട് അത് ചെയ്യണ്ട എന്ന് യേശു പറഞ്ഞിട്ടില്ല. യഹൂദന്റെ അച്ഛനമ്മമാരോട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം അച്ഛനമ്മമാരെ ബഹുമാനിക്കേണ്ടെന്ന് ഒരു ദീനിലുമില്ല. ഹിന്ദുക്കളോട് നിങ്ങളുടെ അച്ഛനമ്മമാരെ ബഹുമാനിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നാലാമത്തത് മനുഷ്യനെ മനുഷ്യനായി കാണാത്തതൊന്നും ഒരു മതവും അംഗീകരിച്ചിട്ടില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാരുണ്യമാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഈ ദൈവം എന്തിനായി മനുഷ്യനെ സൃഷ്ടിച്ച് ഇത്ര കഷ്ടമായെന്ന്. ഇത്ര കഷ്ടത്തിലായത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് കുറേ മാലാഖമാരെയാണ്. കോടാനുകോടി മാലാഖമാർ. ഒറ്റ ഡ്യൂട്ടി. ഇവരൊക്കെ തിളങ്ങുന്ന തീയിൽ നിന്നുണ്ടായത്. അങ്ങനെ പാറിക്കൊണ്ടും കടന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ ദൈവത്തിന് അങ്ങനെ ഹല്ലേലൂയ അൽഹംദുലില്ലാ, ഏതാ ഭാഷ എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. ഏതായാലും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിനെ സ്തുതിക്കുക. കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിനൊരു ആഗ്രഹം, എനിക്ക് കുറച്ച് മണ്ണ് കിട്ടുമെന്ന്. അതിൽ ഏറ്റവും വലിയ നേതാവിനെ തന്നെ വിളിച്ചു. മാലാഖമാരുടെ ഏറ്റവും വലിയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് മണ്ണ് കൊണ്ടുപോവാ, ഭൂമിയിൽ പോയിട്ട്. ഇതിപ്പോൾ എന്താണ്? ആദ്യത്തെ മറുതലിപ്പ് അവിടെയാണ് തുടങ്ങുന്നത്. മനുഷ്യനെ കുറിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവിടെ ഒരു ചോദ്യം വന്നു. അതുവരെ ദൈവം പറഞ്ഞു ഒരു കാര്യത്തിൽ ഒരു മാലാഖ ഒരു ചോദ്യം തിരിച്ചു വെച്ചിട്ടില്ല. എന്തിനാന്ന് ചോദിച്ചു. അത് ഞാൻ നോക്കിക്കോളാം, കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ ഈ മണ്ണിൽ നിന്ന് ഇത്രയും വൃത്തികെട്ടൊരു ജീവിയെ ഉണ്ടാക്കാനാണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ പോരെ മക്കളായിട്ട്, നീ പറഞ്ഞ എന്തു കേൾക്കാൻ മാലാഖമാരായി ഞങ്ങളില്ലേ, പിന്നെ എന്തിനാ ഈ ഒരു പുതിയ ജീവി എന്തിനാ? എത്ര ആനണ്ട്, കുതിരണ്ട്, പോത്തുണ്ട്, ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കി, എന്തെല്ലാം ചെടികളാണ് ഇരിക്കുന്നത്, ഇതൊക്കെ പോരെ? ഇതൊക്കെ ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നില്ലേ? ഇവരൊക്കെ അൽഹംദുലില്ലാ ഹല്ലേലൂയൊക്കെ പറയുന്നില്ലേ? അല്ലെങ്കിൽ ദൈവമേ സ്തുതി, നമോ നമോ എന്നൊക്കെ പറയുന്നില്ലേ? പിന്നെ എന്തിനാ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒന്നാമത്തെ മാലാഖയ്ക്ക് ഇത് മനസ്സിലാവണില്ല. പ്രധാന മാലാഖയ്ക്ക് മനസ്സിലാവണില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നാ മൂപ്പര് പറയുന്നത്. അവിടെ മുതൽ ദൈവവും മാലാഖമാരുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങി. അതോടുകൂടി ഉണ്ടാക്കിയപ്പോൾ ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം സംഭവിച്ചത്, ദൈവം പറഞ്ഞു ഇതിനൊക്കെ പേര് കൊടുക്കാൻ. അത് ബൈബിളിലും ഉണ്ട്. ആദമാണ് ഈ കണ്ട സാധനത്തിനൊക്കെ പേര് നിർദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അവനെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിനെ പ്രതിനിധീകരിക്കുന്ന ഖലീഫയാക്കി അവനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു അവനെ സുജൂദ് ചെയ്യാൻ, അവനെ ഒന്ന് നമിച്ച് സല്യൂട്ട് അടിക്കാൻ പറഞ്ഞു. പ്രധാന മാലാഖ അനുസരിച്ചില്ല. കാരണം എന്താ? ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന പ്രധാന നിയമം ഇരിക്കെ ദൈവം ചെളിയിൽ നിന്നുണ്ടാക്കിയ ഈ ചെളിക്കട്ടയിൽ നിന്നുണ്ടാക്കി ചെളിയിലേക്ക് തിരിച്ചു പോകുന്ന ഈ ജീവിയെ, ഈ ആദത്തെ നമസ്കരിക്കാൻ അവിടെ വകുപ്പില്ല. അവൻ ശിർക്കിൽ പെട്ടില്ല എന്ന സത്യത്തിൽ. ശിർക്കിൽ പെട്ടില്ല എന്ന് മാത്രമല്ല, അനുസരണക്കേടാകുകയും ചെയ്തു. രണ്ട് പ്രശ്നമാണ്. ശിർക്കെന്ന് ഒഴിവായി, പക്ഷെ എന്തുണ്ടായി? അനുസരണക്കേടിൽ പെട്ടു. ഇതാ കിടക്കുന്നത്, ചട്ടിയും കലം എടുത്ത് പുറത്തു പോകാൻ പറഞ്ഞു.
അരുണോദയ ശുക്രനായ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് വീണു എന്നൊക്കെ ബൈബിളിൽ എസെക്കിയേലിലൊക്കെ ചോദിക്കുന്നു. ആ കഥയിൽ ഇതാ പറയുന്നത്. പുറത്താക്കി. അന്ന് മുതൽ മൂപ്പര് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവിടുന്ന് കൊട്ടേഷൻ എടുത്തു. ഇവൻ കാരണമാണ് എനിക്ക് ഗതി വന്നത്, ഇന്റെ ഉസ്താദ് പണി പോയത്, ഇന്റെ പ്രധാന മാലാകത്വം പോയത് ഇവൻ കാരണം. ഇവനെ ഞാൻ എന്തായാലും ഇവനെ ഞാൻ ശരിയാക്കും. അന്ന് തുടങ്ങിയ ശത്രുതയാണ്. ഈ ശത്രുത എങ്ങനെയാണ് പൂർണ്ണമാക്കുന്നത് എന്നറിയോ? ചെകുത്താന് തൻ്റെ സഹോദരനെ കാണാനുള്ള കണ്ണ് എടുത്ത് കളയുമ്പോഴാണ്. ഒരു സൂഫിയോട് ചോദിച്ചു, എപ്പോഴാണ് സുബഹി? സുബഹി എന്ന വാക്കും ഫലക്ക് എന്നുള്ള വാക്കും 2 വാക്കുണ്ട്. സുബഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചൊക്കെ 5:30 സുബഹി വാങ്ക് എപ്പോഴാന്ന് വെച്ചാൽ 5:30. ഉണർവ് എപ്പോഴാണെന്ന് അതിന്റെ അർത്ഥം. ഫലഹ് പറഞ്ഞാൽ പ്രഭാതം എന്നാ. പ്രഭാത നമസ്കാരമല്ല സുബഹി നമസ്കാരം, സത്യം പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ പറഞ്ഞ ആകെ സ്വയം കെടുന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പൊ പോണ പോലെ പോയാൽ മതി. നിന്റെ ഉണർവ്, നിനക്ക് എപ്പോഴാണോ 100% ഉണർവ് വരുന്നത്, അപ്പോഴാണ് ദൈവത്തിനോട് നീ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. അല്ലാണ്ട് ഉറങ്ങി തൂങ്ങി അന്നങ്ങാണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ സുജൂദിൽ ഒന്ന് കുറച്ചും കൂടി ഇന്ന് കിടക്കായിരുന്നു പറയണേ. എന്നിട്ട് ഇത് കഴിഞ്ഞ് പിന്നെയും പോയി കിടന്നുറങ്ങാം. UP-യിൽ വേഗം പോയപ്പോൾ ഒരു പള്ളീൻ്റെ അവിടെ ചെന്നാൽ അവിടെ വലിയ കച്ചറ അടക്കുക. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഈ രാവിലെ വാങ്ക് കൊടുക്കുന്ന ആളുണ്ട്, അയാളെ പിടിച്ചു, അയാൾ തെറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക. അയാൾ എന്താ ചെയ്യുക വെച്ചാൽ കറക്റ്റ് വാങ്ക് കൊടുക്കും, പക്ഷെ ഇയാൾ വരാനൊരു അരമണിക്കൂർ കൊടുക്കും. അപ്പോൾ എന്താ ഇപ്പോൾ ഇയാൾ കാട്ടണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ ഈ വയറോട് കൂടി അവിടെ വെച്ചിരിക്കുക. ഇയാൾ കിടന്നിട്ട് തന്നെ വാങ്ക് കൊടുക്കുന്നത്. മൂടിപ്പോച്ച് കിടന്നുറങ്ങി വാങ്ക് കൊടുക്കുക, അവിടെ തന്നെ വെക്കുക, അരമണിക്കൂറും കൂടി കഴിയാൽ പോവുക. അരമണിക്കൂറുമലാണ് അയാളുടെ പ്രശ്നം. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ? ഈ ആരാധന മനുഷ്യനെ മനുഷ്യനായി കാണാതിരിക്കുന്ന അത്രത്തോളം നിന്നെ. സുബഹി എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ സൂഫി പറഞ്ഞു, നിന്റെ സഹോദരനെ നിന്റെ എതിരെ വരുന്ന സഹോദരനെ കാണാൻ നിനക്ക് എപ്പോ കഴിയുന്നു അപ്പോഴാണ് സുബഹി. എന്നാലോചിച്ച് നോക്ക് അതിൻ്റെ ഒരു വിവിധാർത്ഥം. പ്രഭാതം എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ എതിരെ വരുന്നത് നിന്റെ സഹോദരനാണെന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചം ഭൂമിയിലുള്ളപ്പോഴാണ് പ്രഭാതം. ഇതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ അകക്കണ്ണിൽ നിങ്ങളുടെ സഹോദരനെ തിരിച്ചറിയുമ്പോഴാണ് നീ സുബഹി ആദ്യത്തെ നമസ്കാരം നമസ്കരിക്കേണ്ടത്. അതേ എല്ലാ മതങ്ങളും പറയുന്നു. ഇതിൻ്റെയൊക്കെ ഈ തലത്തിലൊക്കെ നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് ഒന്നിച്ചൂടെ? ഇന്നിപ്പോൾ ഇവർ വന്നത് കൊണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ അവർക്ക് പറ്റിയത്? ഇത് വന്നതുകൊണ്ടല്ലേ അവർക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റിയത്? നമ്മൾ ഒന്നിച്ചിരിക്കണ്ടേ? ഒന്നിച്ചിരിക്കുന്നതിന് പകരം ഒന്നിച്ചിരിക്കാതിരിക്കാനാണ്. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തിനാ പോണത്? എന്തിനാ ഇരിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ശരിയാകുക? എന്തെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് മതം അതിൻ്റെ പ്രഫുല്ലത, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ എന്ന് പറയുന്നത് മാധവ സേവയിലും മാനവ സേവയിലും ജനാർദ്ദന സേവയിലുമാണ്. അല്ലാതെ നരസേവയിലോ നാരായണ സേവയിലോ ജനാർദ്ദന സേവയിലോ മാധവ പൂജയിലോ ഒന്നും മാത്രമാണെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ദൈവത്തോട് ദൈവം നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാരുണ്യം നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് കാണിക്കേണ്ടത്. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം കൂടി പറഞ്ഞങ്ങനെ നിർത്തുക. എന്താ 5? അവനവനോടും ദൈവത്തിനോടുമുള്ളൊരു വ്യക്തിബന്ധ സ്ഥാപനം. ഇതൊക്കെ ജനറലായിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളെ തിരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വർഗലോകത്തിലേക്കോ അതിൻ്റെ നന്മയിലേക്കോ തിരിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായി ഒരു രഹസ്യമായ ഒരു ഭയത്തിൽ ഏർപ്പെടണം. നിങ്ങൾ ദൈവത്തിനോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ വ്യക്തിയുടെ തലത്തിലും ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. ദൈവത്തിനോട് തിരിച്ചു ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇസ്ലാം ആയത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇസ്ലാം ആയതുകൊണ്ടായിരിക്കാം. അച്ഛൻ കത്തോലിക്കക്കാരനായത് അച്ഛനും അമ്മയും കത്തോലിക്കക്കാരനായതുകൊണ്ടാണ്. പിന്നെ അതിന് കൗതാശികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാമോദിസ മുങ്ങിയോട് കൂടിയാണ് എന്നൊക്കെ അദ്ദേഹം പറയും. തിയോളജിക്കൽ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങു കൊടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ സുന്നത്തെ ഏതുള്ളൊന്നല്ലാതെ നമുക്കറിയാം. എന്നാലും ഇവിടെ ദൈവത്തിനോട് നിങ്ങളൊരു വ്യക്തിപരമായ എ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ടു ഗോഡ്, ടു റിട്ടേൺ ടു ഗോഡ്, അതാണ് കീ. അതെല്ലാ മതങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഏത് മതത്തിൻ്റെ 5 കാര്യങ്ങൾ? ദൈവം, അതിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ ഗുരു സമ്പ്രദായം, 3 അച്ഛനമ്മമാരോടുള്ള
കടമ സഹജീവികളോടുള്ള കടമ, ഭൂതങ്ങളോട്, ഭൂതദയാപര. നിങ്ങളൊക്കെ അറിയാം, ശബരിമലയ്ക്ക് പോണ വഴി അവർ പറയണലുണ്ട് സർവഭൂതദയാപര. ഈ സർവഭൂതങ്ങളോടുള്ള ദയാപരത ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാണുള്ളൂ. അവിടെ ചെന്നാലും തത്വമസി എന്നാ കാണാനുള്ളത്. ഒക്കെ വലിയ സമയമൊന്നും ഇല്ല. ഇവരിപ്പോൾ വെറുതെ അത്രയൊക്കെ സമയം തന്നല്ലോ അല്ലേ, അത് വലിയ കാര്യം. വലിയ ഈ എപ്പോഴും ഇങ്ങനെയുള്ള പള്ളി ഉദ്ഘാടനത്തിന് മാത്രം വിളിച്ചാൽ പോരാ. അല്ലാത്ത ദിവസവും നിങ്ങളുടെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നമുക്ക് ഒന്നിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് കുറേ സംശയങ്ങൾ ചോദിക്കാനും ഇതിപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എനിക്ക്, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ടാവും, ചിലത് നിങ്ങളോട് പറയാനുണ്ടാവും, ആഡ് ചെയ്യാനുണ്ടാവും, ഡിഫർ ചെയ്യാനുണ്ടാവും. ഇതൊന്നും ഇപ്പോൾ സമയമില്ല. അപ്പം അതിനൊക്കെയുള്ള അവസരങ്ങൾ എല്ലാ പള്ളികളിലും ഉണ്ടാകട്ടെ. നിങ്ങളൊക്കെ പള്ളിയിൽ വിളിച്ചോളി വരും, നമുക്ക് ബൈബിളിൽ നിന്ന് മാത്രം സംസാരിക്കാം. ഇനി ഖുറാനെന്നും സുന്നത്തെന്നും ഹദീസെന്നും മാത്രം സംസാരിക്കാം. എങ്ങനെ ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണമെന്നെങ്കിലും അറിയാലോ, അത് ശരിയാണെന്നെങ്കിലും അറിയാലോ, ഞങ്ങൾക്കൊരു മാർക്കെങ്കിലും ഇടാൻ. ഇതിപ്പോൾ ഇങ്ങനെ ഇയാൾ എന്തൊക്കെയോ വന്ന് പറഞ്ഞു പോയി, കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ ചീട്ട് വാങ്ങണമല്ല. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ല, അങ്ങനെയല്ല പറയണ്ടത്. ദൈവമേ, ഇത് ഞങ്ങളിൽ നിന്നൊരു നല്ല സ്വീകരിക്കപ്പെട്ട അമലായിട്ട് നീ സ്വീകരിക്കണം. ഇബ്രാഹിം നബിയും കൂട്ടരും മക്കളും കയവ പുതുക്കി പണിതു എന്ന് പറഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. ദൈവമേ, ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന കാണിക്കകളായി, സ്വീകരിക്കപ്പെടുന്നവയായി നീ ഞങ്ങളുടെ പ്രവൃത്തികളെ കണക്കാക്കണേ. നല്ലത് എന്താ ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളത്? അതുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ. ഉദാന ചരിതാനാം തു വസുദൈവ കുടുംബകം. ഇതൊരു വസുദൈവ, ഈ ഭൂമിയിലുള്ളവരെല്ലാം ഒരൊറ്റ കുടുംബമാണ്. ഉദാര ചരിതാനം, ഉദാര മനസ്കർക്ക് മാത്രം. അല്ലാത്തവർക്ക് ലഘുചേതസകൾക്ക് അതങ്ങനെയല്ല. ആ ലഘുചേതസയിൽ നിന്ന് ഉദാന ചരിതത്തിലേക്ക്, ഉദാന ചരിതന്മാരായി ഞങ്ങൾ മാറട്ടെ എന്നല്ലാണ്ട് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.